ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങയിലയും ചെറുപയറും കൊണ്ട് തയ്യാറാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ഈ വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. മുരിങ്ങയില നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. തീ ഒട്ടും കൂടി പോകരുത്, ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. 2 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കുകയാണ്. മുരിങ്ങയിലേക്ക് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങ അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇപ്പോൾ ഈ തേങ്ങ അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുപയർ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാകും. നമ്മുടെ ചെറുപയർ മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ തോരൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.